നമസ്കാരം. യഥാർത്ഥമായി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന അഴിമതിക്കെതിരെ പോരാടുന്ന ആരായാലും CPM-ന് ഭയമാണ്. CPM ഏറ്റവും ഭയക്കുന്ന ഒരു നേതാവാണ് പയ്യന്നൂരിൽ മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് CPM ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നടന്ന ലക്ഷങ്ങളുടെ വെട്ടിപ്പ്, കോടികളുടെ അഴിമതി പുറത്തു കൊണ്ടുവന്നു. പയ്യന്നൂർ MLA ആയിരുന്ന TI മധുസൂദനൻ ഇടപെട്ട് നടത്തിയ ഈ ഇടപാടുകൾ, ഈ അഴിമതി കഥകൾ കൃത്യമായ കണക്കുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നു. ഒപ്പം പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്തു പോവുകയും ചെയ്തു. അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാക്കിക്കൊണ്ട് പയ്യന്നൂരിൽ CPM-ന്റെ സഖാക്കൾ യാതൊരു നിലവാരവുമില്ലാതെ, രാഷ്ട്രീയ മര്യാദയുമില്ലാതെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ നിൽക്കുകയാണ്. പക്ഷേ വി കുഞ്ഞികൃഷ്ണൻ എന്നും ഒരു സ്റ്റെപ്പ് മുന്നിൽ തന്നെയാണ് പയ്യന്നൂരിലെ ജനങ്ങൾക്കിടയിൽ, സഖാക്കൾക്കിടയിൽ എന്നാണ് മനസ്സിലാകുന്നത്. വി കുഞ്ഞികൃഷ്ണന്റെ ചുവരെഴുത്ത് മാറ്റി എഴുതി, തിരുത്തി എഴുതി LDF-ന്റെ CPM-ന്റെ ചുവരെഴുത്താക്കി മാറ്റിയ കഥയാണ് പുറത്തു വരുന്നത്. അതായത് വി കുഞ്ഞികൃഷ്ണനെ CPM പയ്യന്നൂരിൽ ഭയപ്പെടുന്നു, തോൽവി മണക്കുന്നു. TI മധുസൂദനൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ തോക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് വി കുഞ്ഞികൃഷ്ണന്റെ പോസ്റ്റർ മാറ്റിയൊട്ടിക്കുന്നു, പോസ്റ്ററിൽ കരിയോയിൽ ഒഴിക്കുന്നു, ഒപ്പം തന്നെ ചുവരെഴുത്ത് മാറ്റി LDF-ന്റേതാക്കുന്നു എന്ന രീതിയിലുള്ള രാഷ്ട്രീയ മര്യാദയില്ലായ്മയാണ് CPM പയ്യന്നൂരിൽ വ്യാപകമായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹം പരാതി കൊടുക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തൊക്കെ വന്നാലും വി കുഞ്ഞികൃഷ്ണനെ അപമാനിക്കാനും അദ്ദേഹത്തെ പരാജയപ്പെടുത്താനും വേണ്ടി നെറികെട്ട പരിപാടികളുമായി CPM ഇറങ്ങിയിരിക്കുകയാണ്. ഇരുട്ടി വെളുത്തപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ ചുമരെഴുത്ത് LDF-ന്റെ ചുമരെഴുത്തായി മാറുന്ന മാജിക്കാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ മാജിക്ക് എത്രത്തോളം പോകും എന്നറിയില്ല. ഇനിയും ചുവരെഴുത്തുകൾ മാറ്റി എഴുതുമായിരിക്കും. ഇതാണ് ഇവരുടെ രീതി. ഇത്തരത്തിൽ മറ്റുള്ള സ്ഥാനാർത്ഥികളെ അപമാനിക്കലും അതുപോലെ വിമതരെ, അതുപോലെ ഒരേപോലുള്ള പേരുകളെ എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ നിർത്തലും ഒക്കെയാണ് ഇവർ കാലങ്ങളായി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇവർ പലയിടത്തും ജയിക്കുന്നത്. അതാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണനെതിരെയും ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് കുഞ്ഞികൃഷ്ണൻ ഭയമാണ്. കുഞ്ഞികൃഷ്ണൻ വലിയ ജനകീയതയുണ്ട്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഈ അഴിമതി പുറത്തു കൊണ്ടുവന്നതോടെ സഖാക്കൾക്കിടയിൽ വരെ വലിയ സ്ഥാനമാണ് കുഞ്ഞികൃഷ്ണൻ ലഭിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കഥ. പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള ചുമരെഴുത്താണ് ഇന്നലെ രാവിലെ LDF-ന്റേതായി മാറ്റി എഴുതപ്പെട്ടത്. അന്നൂർ കണ്ട കോരൻ മുക്കിലാണ് സംഭവം. ഞായറാഴ്ച രാത്രി 9:30-യോടെയാണ് പയ്യന്നൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ വിജയിപ്പിക്കുക എന്ന ചുവരെഴുത്ത് പൂർത്തിയാക്കി പ്രവർത്തകർ പിരിഞ്ഞത്. ഇന്നലെ രാവിലെ വി കുഞ്ഞികൃഷ്ണന്റെ ചുമരെഴുത്തിന് മുകളിൽ ഓരോ വോട്ടും LDF-ന് എന്നെഴുതി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും അരിവാൾ ചുറ്റികയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ ചുവരെഴുത്ത് മാറിയത്. കൂട്ടത്തിൽ അന്നൂർ സഖാക്കൾ എന്നും എഴുതിയിട്ടുണ്ട്. ഇതിനെതിരെ UDF മുനിസിപ്പൽ ചെയർമാൻ A രൂപേഷ് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. വൈകുന്നേരത്തോടെ പോലീസ് എത്തിയ ചുവരെഴുത്ത് ഗ്രീൻ നെറ്റ് കൊണ്ട് മറയ്ക്കുകയും ചെയ്തു. ഇതുപോലെ പലയിടത്തും പല താന്തോന്നിയ തരങ്ങളും LDF-ഉം CPM-ഉം കാണിക്കും. CPM-ന് അത്തരം നാറിയ പരിപാടികൾ കാണിക്കാതിരിക്കാനാവില്ല. വി കുഞ്ഞികൃഷ്ണനെ അവർ എങ്ങനെങ്കിലും തോൽപ്പിച്ച് അടങ്ങും. സത്യം പുറത്തു കൊണ്ടുവന്നവനെ മാറ്റി നിർത്തി, കള്ളനെയും തട്ടിപ്പുകാരനെയും മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ് CPM-ന്റെ ഗൂഢതന്ത്രം. അതിനുവേണ്ടി അവർ എന്ത് നെറികെട്ട പരിപാടിയും കാണിക്കും, എന്ത് ചീഞ്ഞ പരിപാടിയും കാണിക്കും എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണന്റെ ആ ചുമരെഴുത്ത് മാറ്റി LDF-ന്റേതാക്കി മാറ്റിയത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ പരിപാടികളുമായി CPM ഇനിയും മുമ്പോട്ട് വരും. അതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാണ് വി കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തയ്യാറായത്.